ഹലീമയുടെ പൊന്ന്. മുത്തുനബിയുടെ പോറ്റുമ്മ ഹലീമയുടെ കഥ പറയാം. കതിരോൻ ചൂട് ചിന്തി ജ്വലിക്കാൻ തുടങ്ങി. വരണ്ട കാറ്റുണ്ട്. മുഖം മൂടിക്കെട്ടി കണ്ണു മാത്രം പുറത്താക്കി ചന്തയിൽ കൂട്ടം കൂടി നിൽക്കുന്ന ജനങ്ങൾ. ഗ്രാമത്തിൽ നടന്നു വന്ന പീനസ്തനകളിലാണ് ആളുകളുടെ കണ്ണ്. ഈ പെണ്ണുങ്ങളുടെ തിരക്കുകൾക്കിടയിൽ നിന്ന് സാമാന്യം ഭേദപ്പെട്ട കുടുംബത്തിലെ ഒരു കുട്ടിയെ കിട്ടണമെങ്കിൽ ഇനി ഞാൻ കയറി അറ്റാക്ക് ചെയ്യേണ്ടി വരും. അത്യാവശ്യം പണക്കാരുടെ കുട്ടികളെയൊക്കെ ഓരോരുത്തരായി ദത്തെടുത്ത് കഴിഞ്ഞു. ആരോടെങ്കിലും കയറി ഇടപെട്ടെങ്കിലേ തനിക്കൊരു കുട്ടിയെ കിട്ടൂ. അല്ലെങ്കിൽ ഇതുവരെ യാത്ര ചെയ്തതും മെനക്കെട്ടതുമൊക്കെ വെറുതെയാകും. പൊതുവെ തൻ്റെ വീട്ടിൽ അവരുടെ വീട്ടിലെ അത്ര സുഭിക്ഷതയില്ല. ദാരിദ്ര്യമാണ്. താൻ മെലിഞ്ഞാണിരിക്കുന്നത്. അവയവങ്ങൾക്ക് അത്ര കൊഴുപ്പ് പോരാ. അതാണ് തന്നെ മക്കാർ പരിഗണിക്കാത്തത്. ഇപ്പോൾ ക്ഷാമകാലവുമല്ലേ. യാത്ര ചെയ്തതും ബുദ്ധിമുട്ടിയതും വെറുതെയാകും, പാഴാകും. ഹലീമ ചിന്തിച്ചു. അമ്മിഞ്ഞയിൽ പാലില്ലെങ്കിലും ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന സംസം വെള്ളവും ഇവർ മുൻകൂർ തരുന്ന തുക കൊണ്ട് മേടിക്കുന്ന ഭക്ഷണ വസ്തുക്കളും കഴിച്ചാൽ ശരീരം കുറെ ഭേദപ്പെടും. അതിനും വേണ്ടേ മടങ്ങിപ്പോകണമെങ്കിൽ ഒരു കുട്ടിയെ കയ്യിൽ കിട്ടുക. എന്തു ചെയ്യും? ദൂരെ ഒരു വൃദ്ധൻ വിഷണ്ണനായി നിൽക്കുന്നുണ്ട്. അയാളുടെ കുടുംബത്തിലും ഒരു കുട്ടി പിറന്നിട്ടുണ്ടത്രേ. പക്ഷെ അനാഥനാണ്. ബാപ്പ നേരത്തെ മരിച്ചു. അതിനാൽ തൻ്റെ കൂട്ടുകാരി പെണ്ണുങ്ങളൊക്കെ അയാളുടെ കുട്ടിയെ ഏറ്റെടുക്കാൻ മടി കാണിക്കുന്നു. അതിനാൽ അയാൾ മടങ്ങിപ്പോകാൻ ഭാവിക്കുകയാണ്. കൂട്ടുകാരി പെണ്ണുങ്ങളാണ് ഈ വിവരം പറഞ്ഞത്. ഹലീമ, അയാളുടെ കുട്ടിയെ വേണമെങ്കിൽ നീ എടുത്തോ. ഞങ്ങൾക്കതിനെ വേണ്ട. ബാപ്പയില്ല. കിട്ടപ്പോര് കമ്മിയാണ്. നീ ഏതായാലും വന്നില്ലേ. ഇനി വെറുതെയാകണ്ട. ഉമ്മയും വല്യാപ്പയും മാത്രമേ ആ മോന് ഉള്ളുത്രേ. കിട്ടിയതായി. വേണമെങ്കിൽ പോയി നോക്ക്. വെറുതെ മടങ്ങണ്ടല്ലോ. ആ ധ്വനിയിൽ പരിഹാസം കൂടിയുണ്ടെന്ന് ഹലീമ തിരിച്ചറിഞ്ഞു. കളിയാക്കി കൂട്ടുകാരിലാരോ അങ്ങനെ പറഞ്ഞപ്പോൾ ഗത്യന്തരമില്ലാതെ അതാകാമെന്ന് അവരും തീരുമാനിച്ചു. വെറും കൈയോടെ വീട്ടിലേക്ക് മടങ്ങണ്ടല്ലോ. ഹലീമ ഭർത്താവിനോട് സമ്മതം ചോദിച്ചു. നമുക്ക് ആ കുട്ടിയെ കൊണ്ടുപോകാം. ആ കുടുംബത്തിന് ഒരു സഹായകവുമാകുമല്ലോ. അങ്ങേക്ക് കൂടി അങ്ങനെ തോന്നുന്നുവെങ്കിൽ അത് തന്നെയാണ് നല്ലത്. നിനക്ക് അങ്ങനെ ചെയ്യാം ഹലീമ. നമുക്കത് മതി. പടച്ചവൻ്റെ അനുഗ്രഹം കിട്ടും. നീ പോയി കുട്ടിയെ കൊണ്ടുവാ. ഭർത്താവ് ഹാരിസിൻ്റെ പിന്തുണയും കിട്ടി. ഹലീമ പിന്തിരിഞ്ഞു പോകുന്ന ആളുടെ അടുത്തെത്തി വിളിച്ചു. ഹേയ്, ഒന്ന് നിൽക്കൂ. നീ ആരാണ്? ആ വൃദ്ധൻ ചോദിച്ചു. ഞാനൊരു ബനു സഅദ്കാരി. നിന്റെ പേരെന്താ? ഹലീമ. അദ്ദേഹം നന്നായി പുഞ്ചിരിച്ചു. തേടിയ വള്ളി കാലിൽ ചുറ്റിയ മട്ടിൽ. പിന്നെയാണ് അത് നാട്ടുപ്രമാണിയായ അബ്ദുൽ മുത്തലിബാണെന്ന് ഹലീമ അറിഞ്ഞത്. വളരെ നന്നായി. സഹദും ഇൽമും കൂടിയവളാണല്ലോ. വിജയവും സഹനവും കാണുമല്ലോ. അത് രണ്ടും തന്നെയല്ലേ കാലത്തിൻ്റെ നന്മയും ശാശ്വത വീര്യവും. അദ്ദേഹം സിദ്ധാന്തിച്ചു. നല്ല വൃദ്ധൻ തന്നെ ഹലീമയുടെ ആത്മകഥം. ഹലീമ, എനിക്കൊരു മോനുണ്ട്. അനാഥനാണ്. മകൻ്റെ മകൻ. പിതാവ് അബ്ദുള്ള മരണപ്പെട്ടു. ഞാൻ അവനെ ഏറ്റെടുക്കാൻ നിന്റെ കൂട്ടുകാരികളോട് പറഞ്ഞു. അവർക്ക് താല്പര്യമില്ല. എന്ത് സമ്മാനം കിട്ടുമെന്നാണ് അവരുടെ ചോദ്യം. ബാപ്പമാരുടെ പാരിതോഷികങ്ങളിലാണല്ലോ അവരുടെയൊക്കെ കണ്ണ്. നീ എൻ്റെ കുട്ടിയെ സ്വീകരിക്കുമോ? നിനക്കവനെക്കൊണ്ട് നന്മ വരൂ. ആ വൃദ്ധൻ്റെ കണ്ണുകളിലെ തിളക്കവും മുഖത്ത് പ്രകാശവും വാക്കുകളുടെ കൃത്യതയും ഹലീമ ശ്രദ്ധിച്ചു. കുലമഹിമയും ആഢ്യത്വവും നിറഞ്ഞ വല്ലാത്തൊരു തിളക്കം ആ മുഖത്തും പെരുമാറ്റത്തിലുമുണ്ട്. ഞാൻ പോയി ആ കൊച്ചിനെ ഒന്ന് കാണട്ടെ. നിങ്ങളും മോനും ഇവിടെ നിൽക്കൂ.
ഭർത്താവിനോട് അങ്ങനെ പറഞ്ഞ സമ്മതവും മേടിച്ച് ഹലീമ അബ്ദുൽ മുത്തലിബിൻ്റെ കൂടെ നടന്നു. കഅബയുടെ ചുവടെ മുറ്റത്ത് നിന്ന് നോക്കിയാൽ കാണാം വീടിൻ്റെ മുഖപ്പിൽ ചെറിയ ഒരാൾക്കൂട്ടം. വൃദ്ധനെ കണ്ട് ആളുകൾ ഭവ്യതയോടെ ഒതുങ്ങി നിന്നു. അതവഗണിച്ച് അദ്ദേഹം ഹലീമയെ അകത്തേക്ക് കൂട്ടി. കുട്ടിയെ കാണിച്ചു തരൂ, ഹലീമ പറഞ്ഞു. എൻ്റെ കൂടെ അകത്തേക്ക് പോന്നോളൂ. ഞാൻ പെണ്ണും കുട്ടിയും കിടക്കുന്ന റൂമിലേക്ക് കടന്നു. കൈകുത്തി ചെരിഞ്ഞു കിടക്കുന്ന ആമിനയുടെ മുഖമുണ്ട്. പനിമതി പോലെ തിളങ്ങുന്നു. പ്രൗഢയായ യുവതി, അതിസുന്ദരിയും. അഹ്ലൻ വസഹ്ലൻ, ആമിനയുടെ കളമൊഴി. അതാ കുഞ്ഞ്, അവർ ചൂണ്ടിക്കാട്ടി. ഞാൻ നോക്കി. അവിടെ കണ്ട കാഴ്ചയോ, ഹോ, അത് വിവരിക്കാനാവില്ല. പാൽ പോലെ വെളുത്ത ഒരു പഞ്ഞിത്തുണിയിൽ സൂര്യമുഖമുള്ള കൊച്ചുമോനെ പൊതിഞ്ഞ് കിടത്തിയിരിക്കുന്നു. ഹാ, എന്ത് ചാരുത! ഒരു പച്ചപ്പട്ടാണ് വിരിച്ചിരിക്കുന്നത്. പൂങ്കണ്ണുകളടച്ച് ഉറങ്ങിക്കിടക്കുകയാണ്. അരുമയേറിയ ഒരു ചെറിയ കൂർക്കം വലി കേൾക്കാൻ സുഖമുണ്ട്. കസ്തൂരിയുടെ വശ്യസൗരഭ്യം അവിടമാകെ പ്രസരിക്കുന്നു. നിലാവല പോലെ ആ റൂമിൽ നേരിയ ഒരു പ്രകാശ വലയവുമുണ്ട്. ആ ചന്തമുള്ള നിലാത്തുണ്ടിൻ്റെ കിടപ്പ് കണ്ട് എനിക്ക് അവനെ ഉണർത്താൻ തോന്നിയില്ല. മെല്ലെ അനക്കാതെ ഞാൻ അവൻ്റെ നെഞ്ചിൻ കൂട്ടിലെ പുതപ്പൊന്ന് തൊട്ടു. സ്ഥാനം നേരെയാക്കി. പാൽനിലാവ് പോലെ ആ ചെഞ്ചുണ്ടിൽ ഒരു കുഞ്ഞു പാൽ പുഞ്ചിരി വിടർന്നു. ആ പൂമിഴികൾ എൻ്റെ നേരെ തുറന്നു. ആ കണ്ണുകളിൽ നിന്ന് ഒരു തിരുവെളിച്ചം ആകാശത്തോളം മിന്നി. അസുലഭമായ ആ കാഴ്ച ഹൃത്തടത്തിൽ 1000 പ്രകാശ ജ്വാലകളുയർത്തി. എനിക്കവനെ വാരിയെടുത്തുമ്മ വെക്കാതിരിക്കാനായില്ല. എൻ്റെ നിയന്ത്രണം വിട്ടു.